മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഭൌതിക ശരീരത്തിൽ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എന്നിവർ അന്തരിച്ച നേതാവിന്റെ വസതിയിലെത്തി സ്മരണാഞ്ജലി അർപ്പിച്ചു. അന്തരിച്ച നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രി JP നഡ്ഡ തുടങ്ങിയവർ രാവിലെ തന്നെ എത്തി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്റ് അംഗങ്ങളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, മറ്റ് മുതിർന്ന പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും മുൻ പ്രധാനമന്ത്രിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരും അന്തരിച്ച നേതാവിനെ ഒരു നോക്ക് കാണാനെത്തി. കേന്ദ്ര സർക്കാർ 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി. AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം നാളെയാണ് സംസ്കാരം. ഇന്നലെ രാത്രി 9:51 ഡൽഹി എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായിരുന്ന മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്നലെ രാത്രി 7:45 വസതിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 2004 ഇന്ത്യയുടെ 14ാമത് പ്രധാനമന്ത്രിയായിട്ടായിരുന്നു മൻമോഹൻ സിംഗ് അധികാരമേറ്റത്. പിന്നീട് 2009 പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ്. 2 തവണയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വ്യക്തിയുമാണ് അദ്ദേഹം. 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായും മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിരുന്നു.